ആദ്യത്തെ കിളിക്കൂടെ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹരീഷ് ആ വീട്ടിൽ നിന്ന് ഫോൺ ചെയ്തുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ട് ഭാസ്കരൻ പറയുക, നിനക്കും തോന്നിയടോ ഇപ്പം പ്രേമം? തോന്നി തുടങ്ങിയെങ്കിൽ നല്ല കാര്യം. പക്ഷേ അടിയും പിടിയുമായിട്ട് ഇവിടെ ആരും വന്നേക്കില്ലേ? ഒരു കല്യാണം കഴിഞ്ഞതിൻ്റെ ക്ഷീണം വരെ ഇതുവരെ മാറിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ വീട്ടിൽ കല്യാണമേ നടത്തിക്കില്ല എന്ന് പറഞ്ഞ് വീട്ടുകാരല്ലേ, ഈ പെണ്ണിൻ്റെ വീട്ടുകാരല്ലേ ഉള്ളൂ ഇവിടെ. അതിൻ്റെ ഇടയ്ക്ക് കല്യാണം നടന്നാൽ പോരെ? ആരാണെന്ന് നിങ്ങൾ അറിയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഭാസ്കരൻ്റെ അടുത്ത്. നികേഷ് ഇത് കേട്ടിട്ട് പറയുക, ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തിനാ ഇടപെടണേ? നിങ്ങൾ കാര്യം നോക്കിക്കൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. നീ ആരാ എൻ്റെ അടുത്ത് പറയാനെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയം സുഭാഷ് പറയുക, എല്ലാവരും ഒന്ന് മര്യാദയ്ക്ക് ഇരുന്നാൽ കൊള്ളായിരുന്നു, എന്നിട്ട് വന്ന് വല്ല ആഹാരം കഴിക്കാൻ നോക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിധിയാണെങ്കിൽ ഓഫീസിൽ പോകാൻ ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട് സുധീഷ്, എന്തായാലും ബർത്ത്ഡേ ഫംഗ്ഷൻ അവൻ ഇന്നലെ അറേഞ്ച് ചെയ്തില്ലേ, ഇനി അവൻ്റെ അടുത്ത് കൂടുതൽ മിണ്ടാനൊന്നും പോകണ്ട നീ എന്നൊക്കെ പറയുന്നുണ്ട്. താൻ ആരാ ഇതൊക്കെ പറയാൻ? എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അടുത്ത് സംസാരിച്ചെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല. പക്ഷേ അവൻ്റെ രീതിയും സംസാരമൊന്നും ശരിയല്ല, അതെനിക്ക് മനസ്സിലായതാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യം നിങ്ങൾ നന്നാവാൻ നോക്ക്, എന്നിട്ട് മതി ബാക്കിയുള്ളവർ ഉപദേശിക്കാൻ എന്ന് പറഞ്ഞിട്ട് നിധി ഇറങ്ങുന്നുണ്ട്. അങ്ങനെ നിധി നടന്ന് പോകുന്ന വഴിക്ക് കടയിലാണെങ്കിൽ ഇരിക്കുന്നത് നീതുവിൻ്റെ സഹോദരൻ്റെ ബൈക്കിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് നീതുവിനെ കണ്ട ഉടനെ ഇറങ്ങി നീതുവിൻ്റെ അടുത്ത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നിധി വരുന്നത് കാണുന്നുണ്ട്. അങ്ങനെ നീതു പോയ ശേഷം നിധിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. നീതുവിൻ്റെ ആങ്ങള പോയിട്ട് പറയുക, എന്നാലും എൻ്റെ അനിയത്തിയും ഇപ്പോൾ ആ വീട്ടിലുള്ളവരുത്തൻ പ്രേമിക്കുന്നുണ്ട്. ഒരാളെ പ്രേമിച്ചു കൊണ്ടുവന്നു, എന്നാൽ 4 പേരെയും നല്ലതുപോലെ നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ, ആ വീട്ടിൽ നിങ്ങൾ കഴിയുന്നവരെ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അനാവശ്യം പറയുന്നത് കേട്ടിട്ട് നിൽക്കാൻ കഴിഞ്ഞില്ല നിധിക്ക്. നിധി പറയുക, ഇനി എൻ്റെ അടുത്ത് ഇങ്ങനത്തെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മനസ്സിലാക്കുമെന്ന് പറഞ്ഞ് ഒരു അടി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നിധിയുടെ കൈ പിടിച്ചിട്ട് പറയുക, നീ ആരാടി എന്നെ അടിക്കാൻ, നീ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് പേടിച്ച് നിധി പറയുക, ഞാൻ ആരെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൈ വലിച്ചെറിഞ്ഞിട്ട് ഓടുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് നിന്ന ഭാസ്കരനാണെങ്കിൽ ആ സമയത്ത് ഓടി വന്നിട്ട് അവന് 2 കൊടുക്കുക. അടി കൊടുക്കണം കണ്ടിട്ട് എല്ലാവരും ഓടിക്കൂടുന്നതും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഓടിപ്പോയി നിധി വീട്ടിലേക്ക് പോയി പറഞ്ഞ് സുഭാഷിൻ്റെ അടുത്ത് സുധീഷിൻ്റെ അടുത്തൊക്കെ പറയുക, ഞാൻ വഴിയിൽ വന്നപ്പോഴത്തേക്ക് എന്നെ അനാവശ്യം പറഞ്ഞെന്ന്. അങ്ങനെ എല്ലാവരും കൂടി അവനെ അടിക്കാൻ വേണ്ടി കവലയിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് നിധി പറയുക, എന്തായാലും ഭയങ്കര അടിയൊന്നും കൊടുക്കുന്നേ വേണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ശരിയല്ല എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് പോയിട്ട് സിനിമയിൽ കാണുന്നത് പോലെ നല്ല അടിയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നോക്കിക്കൊണ്ട് എന്ന് ഭയങ്കര ആശ്വാസം എന്ന രീതിയിൽ നിധി നിൽക്കുക. സുധീഷാണെങ്കിൽ എന്നിട്ട് പറയുക, എൻ്റെ ഭാര്യയെ നീ തൊട്ടു പോകരുത്, നീ ആണെങ്കിൽ എൻ്റെ ഭാര്യയെ വർത്തമാനം പറയാനും നീ ആളല്ല എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് സന്തോഷമൊന്നോ സങ്കടമൊന്നും ഇല്ലാതെ നിധിയിലെ നിൽപ്പ് കണ്ടിട്ട് സുഭാഷ് പറയുക, ഇനിയാണെങ്കിൽ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടാ ഇതുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഒരു പാഠമായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ നിന്ന്. ആ സമയത്ത് ഭാസ്കരൻ പറയുക, ഞാൻ ഇവന് കൊടുത്തതാ, എന്നാലും ഇവന് പഠിക്കില്ല, എന്ത് പറയാനാ, വീട്ടിലെ പെണ്ണുങ്ങളുടെ അടുത്താണ് ഇവൻ്റെ കളി. ഇനി ഞങ്ങളെ പെണ്ണുങ്ങൾ ദേഹത്ത് തൊട്ടാലോ അതുപോലെ തന്നെയാ നിൻ്റെ അഭ്യാസം കാണിച്ചുകൊണ്ട് അങ്ങോട്ടൊക്കെ വന്നാൽ ഞങ്ങളെ സ്വഭാവം ഇതല്ല, ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് സുഭാഷ് പറയുന്നുണ്ട്. വീണ്ടും സുധീഷ് അലവിലൊരു അടി കൊടുത്തിട്ട് തിരിഞ്ഞു പോകുന്നുണ്ട്. നിധിയുടെ അടുത്ത് പറയുന്നുണ്ട്, ധൈര്യം ഉണ്ടെങ്കിൽ അവന് തിരിച്ചു പോയി ഒരു അടി അടിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല, പിന്നെ പോയി അടിക്ക് എന്ന് പറഞ്ഞ് സുധീഷ് പറഞ്ഞിട്ട് നിധിൻ്റെ സഹോദരനെ അടിക്കാൻ പോവുക. ആ സമയത്ത് നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, ഇനി ഏതൊരു പെൺപിള്ളേരുടെ അടുത്തേയും ഇതുപോലെ അനാവശ്യം നീ പറഞ്ഞെന്നറിഞ്ഞാൽ ഞാനാണെങ്കിൽ ഈ രീതിയിലായിരിക്കില്ല നിന്നെ പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരടി കൊടുക്കുന്നുണ്ട്. അത് കേണ്ടതും എല്ലാവരും നല്ല ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് നിനക്കുള്ള ശിക്ഷ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അനാവശ്യം പറഞ്ഞവർക്ക് ഇതൊരു പാഠമായിരിക്കുന്നത് വീണ്ടും പറഞ്ഞിട്ട് എല്ലാവരും പോവുകയും ചെയ്യുന്നുണ്ട്. നിധിയാണെങ്കിൽ സുധീഷിൻ്റെ ഈ സംസാര രീതിയൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിധിയാണെങ്കിൽ പറയുന്നുണ്ട് സുധീഷിൻ്റെ അടുത്ത്, എന്നാലും ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഉപകാരമുണ്ടായി, അവനിട്ട് 2 കൊടുക്കണമെന്ന് ഞാൻ നേരത്തെ വിചാരിച്ചതാണ്. അന്നും ഇതുപോലെ തന്നെയാണ്, എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് അനാവശ്യം പറയാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ വിജയിച്ച് പോട്ടെ എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇനി അത് ശരിയാവില്ല, നീതുവിൻ്റെ സഹോദരനെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒരു വിവരമില്ല കാണാം എന്നൊക്കെ പറയുക.
അത് ഞാനാണെങ്കിൽ ആദ്യം ഞാൻ പറയേണ്ടെന്ന് വിചാരിച്ചതിന് കാരണമുണ്ട്. ഇനി ഹരീഷേട്ടോ വീണ്ടും നീതുവിന് ഇഷ്ടമില്ലെന്ന് പറയുമെന്ന് പറഞ്ഞിട്ടാണ്. അതിനൊരു കാര്യമില്ല, ഞാൻ നീതുവിനെ സ്നേഹിച്ചത്, അല്ലാതെ നീതുവിൻ്റെ സഹോദരനായിട്ട് എന്നെ കാണാത്തവർക്ക് ഞാൻ കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹരീഷ് പറയുന്നുണ്ട്. അങ്ങനെ ഭാസ്കരനാണെങ്കിൽ ആ സമയത്ത് വീട്ടിലേക്ക് വരിക. വന്നിട്ട് പറയുക, മോളെ ഇന്ന് നല്ലതുപോലെ എല്ലാവർക്കും നല്ലിട്ട് അടി കൊടുത്തു, എനിക്ക് നല്ലൊരു കോഫി ഉണ്ടാക്കി തരണം, അത് നീ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതെന്താ വെച്ചാൽ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും സ്പെഷ്യലായിട്ട് ഇന്ന് എല്ലാവർക്കും ഞാൻ ആഹാരം വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അടുക്കളയിൽ കയറുന്നതെന്ന് നിധിയാണ്. ഇത് കേട്ട് സുധീഷ് പറയും, എനിക്കെങ്കിൽ ഞാൻ നിറച്ച് ആഹാരം കഴിക്കും കേട്ടോ എന്നും പറയുന്നുണ്ട്.